ഹായ് ഓൾ, എൻ്റെ പേര് ഗോകുൽ. ഞാൻ റീസെൻ്റ്ലി ആണ് DHA ഫാർമസിസ്റ്റ് എക്സാം ക്ലിയർ ചെയ്തത്. ആദ്യം തന്നെ എനിക്ക് താങ്ക്സ് പറയാനുള്ളത് ഡോക്ടർ ആൻഡ്രൂ സാറിനോടാണ്. ബിക്കോസ് ഞാൻ എൻ്റെ എക്സാം പ്രിപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തത് സാറിൻ്റെ ക്ലാസ്സസും നോട്ട്സും ആയിരുന്നു. സോ എ വെരി ബിഗ് താങ്ക്സ് ടു ഡോക്ടർ ആൻഡ്രൂ സാർ. പിന്നെ എനിക്ക് താങ്ക്സ് പറയാനുള്ളത് എൻ്റെ മെൻറ്റർ മരിയ മാമിനോടാണ്. മരിയ മാം ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഫയൽസ് ഉണ്ടായിരുന്ന ഡൗട്ട്സ് എല്ലാം മാം പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്ത് തരാറുണ്ടായിരുന്നു. ഇനി എൻ്റെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ December 13 എൻ്റെ എക്സാം. ഒരു ആവറേജ് എക്സാം ആയിരുന്നു. എനിക്ക് കാൽക്കുലേഷൻ ഒരു 10ഓളം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ MC 15ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ബാക്കി ഫാർമക്കോളജി ആൻഡ് നോൺ ഫാർമക്കോളജി ക്വസ്റ്റ്യൻസ് ഈക്വൽ ആയിട്ടാണ് ചോദിച്ചത്. അതിൽ നോൺ ഫാർമക്കോളജി ക്വസ്റ്റ്യൻസ് കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു. ഫാർമക്കോളജി ക്വസ്റ്റ്യൻസ് ആൻഡ് MC നമ്മുടെ ഫയൽസ് എല്ലാം ശരിക്കും പഠിക്കുകയാണെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ എനിക്ക് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ തോന്നിയത് ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്നാണ്. ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം ഫ്ലാഗ് ചെയ്ത് വെക്കുകയായിരുന്നു ചെയ്തത്. എന്നിട്ട് ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തതിന് ശേഷമായിരുന്നു ഫ്ലാഗ് ചെയ്ത ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തത്. പിന്നെ ഞാൻ എക്സാമിന് പ്രിപ്പയർ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഞാൻ സാറിൻ്റെ ക്ലാസ്സസ് എല്ലാം കേട്ടു. എന്നിട്ട് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചിരുന്നു. അതിനുശേഷം പിന്നെ ഫയൽസ് നോക്കാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഒരു തവണ കൂടി ഞാൻ ടെക്സ്റ്റ് റിവൈസ് ചെയ്തിരുന്നു. എന്നിട്ട് പിന്നെയും ഫയൽസ് റിവൈസ് ചെയ്തു. അതിനുശേഷമാണ് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തത്. ഇങ്ങനെയായിരുന്നു എനിക്ക് എൻ്റെ എക്സാം പ്രിപ്പറേഷൻസ്. സോ വൺസ് അഗെയിൻ താങ്ക്സ് ടു ആൻഡ്രൂ സർ, മരിയ മാം ആൻഡ് ഓൾ മൈ അഡ്വഞ്ചർ ടീം. താങ്ക് യു.